കർണാടകയിലെ കോൺഗ്രസിന്റെ മനുഷ്യത്വരഹിതമായ കുടിയൊഴിപ്പിക്കലിനെ കുറിച്ച് ഇപ്പം വാർത്തകളിലൊക്കെ ഇപ്പം നിറഞ്ഞു നിൽപ്പുണ്ട്. ഈ ഡിസംബർ പകുതിയോടെയാണ് ഈ ഒരു പ്രവൃത്തി, നീചമായ പ്രവൃത്തി ഇവിടെ തുടങ്ങിയത്. അപ്പം ഈ ഒരു പ്രവൃത്തി ഇനി വരുന്ന കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തലവേദനയായിട്ട് മാറുമോ? നമ്മൾ രാജ്യവ്യാപകമായി കേട്ടുവരുന്ന ഒരു പ്രയോഗമാണ് ബുൾഡോസർ രാജ് എന്ന് പറയുന്ന ഒരു പ്രയോഗം. പ്രധാനമായും UP ഗവൺമെൻറ് കീഴിൽ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ നടപ്പാക്കി വരുന്ന ഈ ബുൾഡോസർ രാജ് എന്ന് പറയുന്ന പ്രയോഗം ഒരേ സമയം കുപ്രസിദ്ധമാണ്. അതിൻ്റെ ഏറ്റവും വലിയ വിമർശകരെന്ന് പറയുന്നത് കോൺഗ്രസ് സർക്കാരുകളും കോൺഗ്രസ് നേതാക്കളുമാണ്. അവിടെ നിയമവിരുദ്ധമായി കയ്യേറ്റങ്ങൾ നടത്തുകയും അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും അതുപോലെ തന്നെ അവിടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ക്രിമിനലുകളുടെ വാസസ്ഥലങ്ങളും കെട്ടിടങ്ങളും ഒക്കെയാണ് ഈ ബുൾഡോസർ രാജ് എന്ന ഗണത്തിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ഗവൺമെൻറ് ഇടിച്ചു നിരത്തുന്നത്. ഇതൊരു മനുഷ്യത്വരഹിതമായ പ്രവർത്തനമാണ്, ഇത് വളരെ നീചമാണ് എന്നൊക്കെയാണ് പല കാലത്തും കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഗുജറാത്തിലെ ഒരു ചേരി പ്രദേശത്ത് ഇത്തരത്തിൽ 400-ലധികം കുടുംബങ്ങളെ വഴിയാധാരമാക്കി അവിടെ ബുൾഡോസറുകൾ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി, അവരുടെ ഭവനങ്ങളൊക്കെ ഇടിച്ചു നിരത്തിയപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇതിനെതിരെ ശക്തമായ വിമർശനവുമായി സാമൂഹിക മാധ്യമത്തിലൂടെ രംഗത്തെത്തിയിരുന്നു. എന്നാൽ അതിന് നേരെ വിപരീതമായി കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ ഇക്കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവമാണ് രാജ്യവ്യാപകമായി കോൺഗ്രസിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഇപ്പോൾ കാരണമായിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബർ 20 പുലർച്ചെ ബംഗളൂരുവിലെ യലഹങ്കയിൽ മുസ്ലിം ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന 2 കോളനികൾ, അത് ഫക്കീർ കോളനി അതുപോലെ തന്നെ വസീം ലേഔട്ട്, ഇത് 3000-ലധികം ജനങ്ങൾ അധിവസിക്കുന്ന 300-ലധികം വീടുകളുള്ള ഒരു പ്രദേശമാണ്, 1000-ലധികം വീടുകളുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ വർഷങ്ങളായി അധിവസിക്കുന്ന മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, ക്രിസ്ത്യൻ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, ഹിന്ദുക്കളുണ്ട്. ഇവരിൽ പലരും 30 വർഷത്തോളമായി അവിടെ ജീവിക്കുന്ന ആളുകളാണ്. ആദ്യം ഒരു ചെറിയ പ്ലാസ്റ്റിക് കൊണ്ട് ഷീറ്റിട്ട ഒരു കൂര കെട്ടി പിന്നീട് വർഷാവർഷം അവിടെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതൊരു ചേരി പ്രദേശമാണ്. ആത്യന്തികമായി കർണാടക ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു പ്രദേശമാണ്. അവിടെ ബംഗളൂരു സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ലിമിറ്റഡിൻ്റെ ഒരു സീവേജ് പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള നിർദ്ദിഷ്ട സ്ഥലമായിട്ട് കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രദേശമാണ്. ആ ഒരു പ്രദേശത്ത് കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ഭാഗത്തു നിന്നില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളും ഇല്ലാതെ കിടന്നിരുന്ന ഒരു പ്രദേശത്താണ് 30 വർഷത്തോളമായി ഹൈദരാബാദിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിൽ നിന്ന് വന്നിരുന്ന, പ്രധാനമായും ഹൈദരാബാദിൽ നിന്ന് വന്ന ദർവിഷ് കമ്മ്യൂണിറ്റിയിലുള്ള മുസ്ലിങ്ങളാണ് ഇവിടെ കുടിയേറി പാർത്തിരുന്നത്. ഇവർക്ക് റേഷൻ കാർഡും അതുപോലെ തന്നെ ആധാർ രേഖകളും അടക്കമുള്ള ആളുകളും ഇക്കൂട്ടത്തിലുണ്ട് എന്നാണ് ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഡിസംബർ 20 പുലർച്ചെ ബൃഹത് ബംഗളൂരു മഹാനഗരപാലിക ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും 6 ബുൾഡോസറുകളുമായി എത്തുകയും അവർ പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഇവരെ ഈ വീടുകളിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന് ചെറിയ മൺകട്ടകൾ കൊണ്ട് ചുമരുകൾ നിർമ്മിച്ച, ആസ്ബറ്റോസ് ഷീറ്റിട്ട, പലയിടത്തും പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് മേൽക്കൂര കെട്ടിപ്പൊക്കിയ പല കെട്ടിടങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ കെട്ടിടങ്ങളൊക്കെ ഇവിടുത്തെ താമസക്കാരെയൊക്കെ ഒഴിപ്പിച്ചതിന് ശേഷം, അവിടുത്തെ തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ മാത്രം മാറ്റാൻ അനുവദിച്ചതിന് ശേഷം ഈ ഭവനങ്ങൾ 3000-ലധികം ജനങ്ങളെ കുടിയൊഴിപ്പിച്ച ശേഷം ഇവരുടെ ഭവനങ്ങളെല്ലാം ഇടിച്ചു നിരത്തുന്ന ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ഡിസംബർ 20 യലഹങ്കയ്ക്കടുത്ത് ഈ കൊഗിലു വില്ലേജിൽ ഈ ഫക്കീർ ലേഔട്ടിലും അതുപോലെ തന്നെ വസീം ലേഔട്ടിലുമൊക്കെ സംഭവിച്ചത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് രാജ്യവ്യാപകമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. ഈ വെറുപ്പിൻ്റെ കമ്പോളം പൂട്ടി സ്നേഹത്തിൻ്റെ കട തുറന്നു എന്നൊക്കെയാണ് BJP സർക്കാരിനെ താഴെ ഇറക്കി പുതിയൊരു ഗവൺമെൻറ് കർണാടകത്തിൽ കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ പറഞ്ഞു കേട്ട ഒരു മുദ്രാവാക്യം. ആ ഒരു മുദ്രാവാക്യം നിരർത്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ കർണാടക ഭരിക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായ കോൺഗ്രസ് ഭരണകൂടം തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന രീതിയിൽ രാജ്യവ്യാപകമായി ഇത് ചർച്ച ചെയ്യപ്പെടുത്തു. ഇത് ദേശീയ തലത്തിലുള്ള കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവം കൂടിയാണ്. ഇത് കേരളത്തിൽ ഒരവസരം കാത്തിരുന്ന, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരുന്ന അവരുടെ വോട്ട് ബാങ്കുകൾ ഏകദേശം നഷ്ടപ്പെട്ട് കഴിഞ്ഞ CPM-നൊരു പിടിവള്ളിയായി അവരിതിനെ ഉപയോഗിച്ചു. കാരണം ഈ ബംഗളൂരുവിൽ നടന്ന കുടിയൊഴിപ്പിക്കലിന് പിന്നാലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ബംഗളൂരുവിൽ നടന്നത് വളരെ നീചവും മനുഷ്യത്വരഹിതമായ പ്രവർത്തനമാണ്, കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ UP ഗവൺമെൻറ് ബുൾഡോസർ രാജ് നടപ്പാക്കുന്ന UP ഗവൺമെൻറ്റിൽ നിന്ന് വലിയ വ്യത്യാസമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്ന രീതിയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കുറിപ്പൊക്കെ എഴുതിയ സംഭവമൊക്കെ ഉണ്ടായി. ഇത് ചർച്ചയായപ്പോൾ കർണാടകത്തിലെ
കോൺഗ്രസ് മന്ത്രിമാർ തന്നെ പിണറായി വിജയനെതിരെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, അദ്ദേഹം കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം പിണറായി വിജയനെതിരെ പറഞ്ഞത് കർണാടകത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കേരള സർക്കാർ ഇടപെടേണ്ട, പിണറായി വിജയൻ അതിലേക്ക് ഇടപെടാൻ വരേണ്ട എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ പിണറായി വിജയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതുപോലെ തന്നെ കർണാടക ഭവന മന്ത്രി സമീർ അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് കർണാടകത്തിലെ ഭവന മന്ത്രി. അദ്ദേഹം പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കർണാടകത്തിലെ ന്യൂനപക്ഷങ്ങളോട് അത്രയധികം സ്നേഹമുണ്ടെങ്കിൽ കേരള സർക്കാർ അവിടെ കർണാടകത്തിലോ മറ്റെവിടെയെങ്കിലും സ്ഥലത്തോ സ്ഥലം കണ്ടെത്തി ഇത്തരത്തിൽ അർഹരായവർക്ക് സ്ഥലം കണ്ടെത്തി കൊടുക്കണം എന്നാണ് കർണാടകത്തിൻ്റെ ഭവന മന്ത്രി ഈ കേരള മുഖ്യമന്ത്രിയുടെ വാദത്തോട് പ്രതികരിച്ചത്. അതുപോലെ തന്നെ ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കിയാൽ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്ന കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി ആ ഒരു വോട്ട് ബാങ്ക് കൂടി ഈ CPM ലക്ഷ്യമിടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്നെഴുതിയത്. അതിന് പിന്നാലെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ MP ആയ A റഹീം അടക്കമുള്ള CPM നേതാക്കൾ ഈ ഒരു പ്രദേശം സന്ദർശിച്ച് മാധ്യമങ്ങളോടടക്കം സംസാരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അത് മറ്റൊരു രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അവിടെ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തോട് ഒരു അഭിപ്രായം ചോദിച്ച ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഒരു അഭിപ്രായം ആരാഞ്ഞ ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തകനോട് ഈ A റഹീമിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാഷാ പരിജ്ഞാനം പരീക്ഷിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ പ്രയോഗിച്ച ഭാഷയിലെ പരിമിതികളൊക്കെ വലിയ രീതിയിലുള്ള കേരളത്തിലെ ട്രോൾ പേജുകളിലടക്കം ചർച്ചയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ PhDയും അഡ്വക്കേറ്റും LLBയും അടക്കം നേടിയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള വിദ്യാസമ്പന്നൻ എന്ന് അവകാശപ്പെടുന്നൊരു രാജ്യസഭാ MPയുടെ ഭാഷാ പരിമിതി വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. അത് മറ്റൊരു കാര്യമാണ്. എന്നാൽ ഇതിൽ വളരെ വലിയ രീതിയിലാണ് കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ പ്രതിരോധത്തിൽ ആയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ്, ഏകദേശം 1 മാസങ്ങൾക്ക് മുൻപാണെന്ന് തോന്നുന്നു, കർണാടകത്തിൻ്റെ ആഭ്യന്തരമന്ത്രി G പരമേശ്വര, കർണാടക എന്ന് പറയുന്നത് നമ്മൾക്കറിയാം കേരളത്തിലേക്ക് വരുന്ന മയക്കുമരുന്നിൻ്റെ ഒരു വലിയ ഹബ്ബാണ്. ഈ കർണാടക ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് കേരളത്തിലെ കടക്കം ലഹരി മരുന്ന് എത്തുന്ന വമ്പൻ റാക്കറ്റുകൾ പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ ഈ റാക്കറ്റുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരത്തിൽ നിയമവിരുദ്ധമായി ദേശവിരുദ്ധ പ്രവർത്തനമാണ് ഈ മയക്കുമരുന്ന് കച്ചവടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മയക്കുമരുന്ന് കച്ചവടക്കാരുടെ വീടുകളടക്കം ഇടിച്ചു നിരത്തുമെന്ന ഒരു പ്രസ്താവന ഈ കഴിഞ്ഞ മാസമാണ് കർണാടകത്തിൻ്റെ ആഭ്യന്തരമന്ത്രി G പരമേശ്വര ഒരു പ്രസ്താവന ഇറക്കി. അതിന് പിന്നാലെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായിട്ടുള്ള P ചിദംബരം ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ അടക്കം രംഗത്തെത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു വിവാദങ്ങൾ കെട്ടടങ്ങുന്നതിന് മുൻപേയാണ് ഇപ്പോൾ കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ 3000-ലധികം പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെടുന്ന ആളുകൾ അധിവസിക്കുന്ന ഒരു മേഖലയിലെ അവരെ കുടിയൊഴിപ്പിച്ച് വിട്ടുകൊണ്ട് അവരുടെ ഭവനങ്ങളൊക്കെ ഇടിച്ചു നിരത്തുന്ന ഒരു പ്രവൃത്തി കർണാടക സർക്കാരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് വളരെ വലിയ രാഷ്ട്രീയവാദം ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് സർക്കാർ ഈ UP ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ രാജ്യവ്യാപകമായി BJP ഗവൺമെൻറ്റുകൾ തുടർന്ന് വരുന്ന ബുൾഡോസർ രാജ് എന്ന പ്രയോഗം തന്നെ വലിയ രീതിയിലുള്ള ചർച്ചയാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് BJP സർക്കാരുകൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ആരോപണങ്ങളുടെ എല്ലാം മുനയൊടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ തന്നെ മുസ്ലിങ്ങൾക്കെതിരെ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരു നിലപാടെടുത്തിരിക്കുന്ന ഒരു കാഴ്ച ദേശീയവ്യാപകമായി തന്നെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഒരു നയത്തിനെതിരായി തന്നെ ദേശീയവ്യാപകമായി ഈ ഒരു പ്രതിരോധത്തിലായിരിക്കുകയാണ് ഈ ഒരു സംഗതി. ഇതിനെതിരെ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല എന്നത് ആശ്ചര്യമുണ്ടാക്കുന്ന വസ്തുതയാണ്. അതുപോലെ തന്നെ AICC വക്താവായിട്ടുള്ള KC വേണുഗോപാൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാറിനെയും ഒക്കെ ഫോണിലൂടെ വിളിച്ച് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു വിവാദമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിന് ഉടനടി ഒരു പ്രതിവിധി ഉണ്ടാകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ കോൺഗ്രസിന് ഇപ്പോഴേ അല്ലെങ്കിൽ ഈ ദുർബലമായിരിക്കുന്ന കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെ അല്ലെങ്കിൽ ആ ന്യൂനപക്ഷ വോട്ടുകളെ തന്നെ മറുസ്ഥാനത്തെത്തിക്കാൻ, പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ BJP അവിടെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഒരു മുദ്രാവാക്യം ശ്രദ്ധേയമാണ്. കാരണം കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്ന് BJP അവിടെ ഒരു മുദ്രാവാക്യം ഉയർത്തുമ്പോൾ അതുണ്ടാക്കുന്ന അലയൊലികൾ വെറുതെ അടങ്ങിപ്പോകുന്ന ഒന്നല്ല. കാരണം ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമാണെന്ന് പറയുന്ന സർക്കാർ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഒരു നിലപാടെടുക്കുമ്പോൾ, അവർ ന്യൂനപക്ഷ വിരുദ്ധരെന്ന് പറയുന്ന BJP തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി രംഗത്തെത്തുമ്പോൾ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ കോളിളക്കങ്ങൾ തീർച്ചയായും കർണാടക കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നുണ്ടാകുമെന്ന് തീർച്ചയാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിനുടനടി ഒരു പ്രതിവിധി ഉണ്ടാകണമെന്ന്
അവർ ഉറപ്പിച്ചുകൊണ്ട് ഈ ബൈപ്പനഹള്ളിയിൽ ഇപ്പോൾ ഉടനടി എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. ഇതിലൊരു പ്രതിവിധിയായിട്ട് ബൈപ്പനഹള്ളിയിൽ രാജീവ് ഗാന്ധി ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന 1100-നടുത്ത ഫ്ലാറ്റുകൾ അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഫ്ലാറ്റുകളിൽ 180ഓളം ഫ്ലാറ്റുകൾ ഈ കുടിയൊഴിപ്പിക്കപ്പെട്ട ഈ ഒരു പ്രദേശത്ത് നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട 3000-ലധികം കുടുംബങ്ങളിലെ 3000-ലധികം ആളുകളിലെ അർഹതപ്പെട്ട ആളുകൾക്ക്, പ്രത്യേകിച്ച് ആധാർ കാർഡും അതുപോലെ തന്നെ രേഖകളുള്ള ആളുകൾക്ക് ഈ ഫ്ലാറ്റുകൾ ഇവർക്ക് പുനരധിവാസമായിട്ട് നൽകുന്നതടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് കർണാടക സർക്കാർ കടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ബൃഹത് ബംഗളൂരു മഹാനഗരപാലിക ഉദ്യോഗസ്ഥർ ഇന്നലെ രാത്രി തന്നെ ഈ കുടിയൊഴിപ്പിക്കപ്പെട്ട ചേരി പ്രദേശത്ത് എത്തുകയും ഇവിടെ റോഡരികിൽ ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള വാസസ്ഥലം ഉണ്ടാക്കി അല്ലെങ്കിൽ റോഡരികിൽ കിടക്കുന്ന ആളുകളോട് ഇവരുടെ രേഖകളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ കൈമാറുന്ന മുറയ്ക്ക് ആ ഒരു പ്രദേശത്ത് ബൈപ്പനഹള്ളിയിൽ നിർമ്മിക്കപ്പെടുന്ന 180ഓളം ഫ്ലാറ്റുകൾ ഇവർക്ക് കൈമാറി എത്രയും വേഗം ഒരു പ്രശ്ന പരിഹാരത്തിനാണ് കർണാടക സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി, ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് കോൺഗ്രസ് സർക്കാർ എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഇല്ലാതാക്കുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്.